അപ്പോൾ ചങ്ങന്മാരെ ഞാനുള്ളത് ഇപ്പോൾ താമരശ്ശേരി കേട്ടോ. താമരശ്ശേരി നമ്മളെ ഇന്ന് ഡിയാറ്റിൻ്റെ ഇനാഗുറേഷൻ, ഡിയാറ്റിൻ്റെ സർവീസ് സെൻറ്റർ പുതിയതായിട്ട് ഒരു ഫസ്റ്റത്തെ സർവീസ് സെൻ്ററാണ്. അത് R&D ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിനുള്ളൊന്ന് കാണട്ടോ. ഈ സെക്ഷനിൽ വരികയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സ് ബോർഡിങ് ഇപ്പോൾ ഡിസ്പ്ലേ നമുക്ക് 13 Pro 30 Pro Max അങ്ങനെ ഐഫോണിൻ്റെ കേസിൽ ഡിസ്പ്ലേ ഗ്രീന് വൈറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ജമ്പറിങ്ങിൽ റെഡി ആവാത്ത കേസിൽ നമ്മളെന്ത് സ്ട്രിപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇതാണ്. അതേപോലെ ആൻഡ്രോയിഡിലുണ്ട് ഐഫോണിലുണ്ട്. അതേപോലെ ഇവിടെ 3 ടെക്നീഷ്യന്മാർക്കാണ് ഇരിക്കാനുള്ളത്. സജോ നമ്മൾ വർക്കിൻ്റെ കാര്യം എന്താ പറയുന്നത്? വർക്കൊക്കെ നന്നായിട്ട് പോകുന്നു. എങ്ങനെയൊക്കെ വർക്കും കാര്യമൊക്കെ എങ്ങനെ? വർക്ക് ഇപ്പം മെയിൻലി നമുക്ക് സാംസങ് ഡിവൈസ്, പിന്നെ കോമൺ ആയിട്ട് വരുന്നത് ആൻഡ്രോയിഡിൽ ക്വാൾകോം CPU കാര്യങ്ങൾ. ഈ CPU ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ റിസ്ക് ഇല്ലാണ്ട് മെയിൻലി CPU വർക്ക്സ് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വർക്ക്സ് കാര്യമായിട്ട് നമുക്ക് വരുന്നുണ്ട്. CPU വർക്ക്സ് തന്നെ സാംസങ്ങിൻ്റെ ആയാലും ഡബിൾ ഡെക്കർ IC മെയിൻലി കോമൺ കംപ്ലൈൻ്റ് ആണ് എം സീരീസ് A സീരീസ് പോലത്തെ മോഡൽസ്. അപ്പോൾ അത് സാംസങ് സർവീസ് സെൻ്റർ എന്ന് വെച്ചാൽ അവർ ബോർഡ് മാറ്റി റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഡാറ്റയും കിട്ടില്ല. അതാണ് കോസ്റ്റ് ആണെങ്കിൽ ഏകദേശം 5000-6000 ആ റേഞ്ചോളം വരും. നമ്മൾ CPU റീവർക്ക് ചെയ്ത് കൊടുക്കും പക്കയായിട്ട്. അപ്പോൾ ഒന്ന് വെച്ചാൽ അവർക്ക് അതിന്റെ പകുതി കോസ്റ്റേ വരുള്ളൂ. ഡാറ്റാസ് പോകില്ല. അവർക്ക് ഡാറ്റാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ കസ്റ്റമേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് മെയിൻലി സാംസങ്ങിന്റെ ഫോണുകൾ, പിന്നെ റെഡ്മിന്റെ ഫോണുകൾ ഇപ്പോൾ അപ്ഡേഷൻ ഇഷ്യൂ വന്നാൽ ഡെഡ് ആയി പോകുന്ന ഇഷ്യൂ, ക്യാമറ കംപ്ലൈന്റ്, സ്പീക്കർ ടച്ച്, അപ്പോൾ അതെല്ലാം മെയിൻലി വരുന്നുണ്ട്. അപ്പോൾ IC വർക്ക്സ് കാര്യമായിട്ട് ഡേറ്റ് മെയിൻലി ചെയ്യുന്നത് IC വർക്ക്സ് ആണ്. IC വർക്ക്സ് ഇവിടുന്ന് പക്കയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് തന്നെ. IC വർക്ക്സിനാണ് കാര്യമായിട്ട് കസ്റ്റമേഴ്സ് വരുന്നത്. പിന്നെ നമ്മളെ ഫ്ലക്സ് ബോണ്ടിങ് വെച്ചാൽ ഇപ്പോൾ ഗ്രെയിൻസ് ഇഷ്യൂ വരുന്നുണ്ട്. ഐഫോണിന്റെ ലേറ്റസ്റ്റ് മോഡൽസിലായാലും കോമൺ കംപ്ലൈന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലക്സ് ബോണ്ടിങ്ങും മെയിൻലി കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അതാണ് മെയിനായിട്ട് വർക്ക് വരുന്നത്. ഷോപ്പ് വർക്ക്സ് IC വർക്ക്സിനാണ് ഷോപ്പുകാർ അധികം നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ നല്ല റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോപ്പ് വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ ഇപ്പോൾ കൊറിയർ സർവീസ് ആയാലും ഇപ്പോൾ ഡെയിലി ഒരു 8 കൊറിയറോളം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കൊറിയർ സർവീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വർക്ക് കൊറിയർ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തന്നാൽ മതി, നമ്മൾ റെഡിയാക്കി കൊടുക്കും. അതേ മാത്രമല്ല ഇവരെ മേലെ നമുക്ക് ഇതിൻ്റെ ലാബ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും പാടൊന്ന് കണ്ടിട്ട് കേട്ടോ.